الدارسون الكرام أهلا ومرحبا بكم إلى درس جديد معكم മുഹമ്മദ് ഫാസിൽ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല BA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിതാക്കളുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക് 1 എന്ന കോഴ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അണ്ടർസ്റ്റാൻഡിംഗ് ലാംഗ്വേജ് സ്ട്രക്ചർ 3 എന്ന മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള അൽ ജുംലത്തുൽ ഫിഇലിയ 2 എന്ന രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിനാഉൽ ഫിഇലിൽ മജ്ഹൂൽ, പാസീവ് വോയിസ്. പാസീവ് വോയിസിനെ കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് അൽ ഫിഇൽ അൽ മഅറൂഫ്, ആക്റ്റീവ് വോയിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാണ്. അൽ ഫിഇൽ അൽ മബ്നി ലിൽ മഅലൂം അൽ ഫിഇൽ അൽ മഅറൂഫ്, ആക്റ്റീവ് വോയിസ് എന്നാൽ ഹുവ അൽ ഫിഇൽ അല്ലദി യുഅറഫു ഫായിലുഹു വയുദ്കറു ഫിൽ കലാമി. ഹുവ അൽ ഫിഇലു അതൊരു വെർബാണ്. അല്ലദി എങ്ങനെയുള്ള യുറഫു ഫായിലുഹു, അതിൻ്റെ ഫായിലിനെ അറിയപ്പെടും. വയുദ്കറു ഫിൽ കലാമി, സെൻറ്റൻസിൽ അതിനെ പറയപ്പെടുകയും ചെയ്യും. നമുക്ക് ഉദാഹരണം നോക്കാം. അക്കല ഖാലിദുൻ അൽ ഖുബ്സ, ഖാലിദ് റൊട്ടി കഴിച്ചു. ഇവിടെ അക്കല എന്നുള്ളതാണ് ഫിഇൽ, കഴിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഖാലിദുൻ, ഖാലിദാണ് അതിനെ കഴിച്ചത്, അവിടെ ഫായിലുണ്ട്. അപ്പോൾ ഈ ജുംലയിൽ ഫായിലിനെ പറയപ്പെട്ടിട്ടുണ്ട്. കാരണം റൊട്ടി കഴിച്ചത് ഖാലിദാണ് എന്ന് നമുക്കിവിടെ അറിയാം, അതിനെ ആ ജുംലയിൽ പറഞ്ഞിട്ടുമുണ്ട്. യഷ്റബുൽ വലതു അൽ അസീറ, കുട്ടി ജ്യൂസ് കുടിച്ചു. യഷ്റബു എന്നുള്ളതാണ് ഇവിടെ ഫേല്, അൽ വലതു എന്നുള്ളത് ഫായിലാണ്, അൽ അസീറ മഫൂൽ ബിഹിയാണ്. ഇവിടെയും നമുക്ക് കുട്ടിയാണ് കുടിച്ചതെന്ന് പറയുന്നുണ്ട്. വലതു ആൺകുട്ടിയാണ് ജ്യൂസ് കുടിച്ചത്. അപ്പോൾ ഇവിടെയും ഫായിലിനെ അറിയുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം നമുക്ക് ആക്റ്റീവ് വോയിസ് എന്ന് പറയാം. എന്നാൽ എന്താണ് അൽ ഫീൽ അൽ മജ്ഹൂൽ, പാസീവ് വോയിസ്? അൽ ഫീൽ അൽ മജ്ഹൂൽ ഫീലുൻ ലം യുസമ്മ ഫായിലുഹു. ഫീൽ മജ്ഹൂലിനിക്ക് ഫീൽ ലം യുസമ്മ ഫായിലുഹു എന്നൊരു പേര് കൂടെ ഉണ്ട്, ഫായിലിനെ പറയപ്പെടാത്തത്. ഫഹുവ അൽ ഫീലു ലദി ലാ യുറഫു ഫായിലുഹു, അത് ഫായിലിനെ അറിയപ്പെടാത്ത ഫീലുകളാണ്. വയക്കൂൽ മഫൂൽ ബിഹി നായിബൻ അൽ ഫായിലി, അതിൽ മഫൂൽ ബിഹി കർമ്മം കർത്താവിനിക്ക് പകരക്കാരനായിട്ട് വരും. നമുക്ക് ഉദാഹരണം നോക്കാം. ഉക്കിലൽ ഖുബ്സു, റൊട്ടി ഭക്ഷിക്കപ്പെട്ടു. ഇവിടെ ഉക്കില എന്നുള്ള ഫീല് നമുക്ക് കാണാം. എന്നാൽ ആ ഫീല് നമ്മൾ നോക്കുകയാണെങ്കിൽ റൊട്ടി ഇവിടെ ഭക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ആരാണ് ഭക്ഷിച്ചത് എന്നിവിടെ അറിയുന്നില്ല. നമ്മളതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ്. ഫായിലിനെ ഇവിടെ പറയപ്പെടുന്നില്ല. മറ്റൊരു ഉദാഹരണം നോക്കാം. യുഷ്റബുൽ അസീറു, ജ്യൂസ് കുടിക്കപ്പെടുന്നു. ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജ്യൂസ് കുടിക്കപ്പെടുന്നുണ്ട്, എന്നാൽ ആരാണ് കുടിക്കുന്നത് എന്ന് പറയുന്നില്ല. ഇത്തരത്തിലുള്ള ഫീലുകളെയാണ് അൽ ഫീൽ അൽ മജ്ഹൂൽ എന്ന് പറയുന്നത്. കൈഫ യുബ്നൽ ഫീലിൽ മജ്ഹൂൽ, എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിനെ ഉണ്ടാക്കുന്നത്? അതിൻ്റെ രൂപമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫി ഹാലത്തിൽ ഫീലിൽ മാലി, മാലിയായ ഒരു ഫീലാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ മാലി മജ്ഹൂൽ ആക്കുന്നത്? യുളമ്മു അവലുഹു, അതിൻ്റെ ആദ്യത്തിൽ ലമ്മു ചെയ്യപ്പെടും. വ യുക്സറു മാ ഖബല ആഖിരിഹി, അതിൻ്റെ അവസാനത്തതിനിക്ക് മുമ്പുള്ളതിന് കെസർ ചെയ്യപ്പെടും. ഉദാഹരണം നോക്കാം. ദറസ, ദർസ എന്നുള്ളത് നമുക്കറിയാം മാലി മഅറൂഫായ ഒരു ഫിഇലാണ്. അതിൻ്റെ ആദ്യത്തിൽ നമ്മൾ ലമ്മു ചെയ്യുന്നു, അവസാനത്തതിന് മുമ്പുള്ളതിനിക്ക് കെസർ ചെയ്യുന്നു. അപ്പോൾ അതിനെ നമ്മൾ ദുരിസ എന്ന് പറയുന്നു. ദറസ എന്ന് പറഞ്ഞാൽ പഠിച്ചു എന്നാണ്, ദുരിസ എന്നാൽ പഠിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ദർസ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫായില് നമുക്കിവിടെ പറയപ്പെടും, എന്നാൽ ദുരിസ എന്ന് പറയുമ്പോൾ അവിടെ ഫായിലിനെ പറയപ്പെടുകയില്ല. ഈ രീതിയിലാണ് മാലി മഅറൂഫായ ഫീലിൽ മജ്ഹൂലിനെ ഉണ്ടാക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. അക്കല, ഭക്ഷിച്ചു. അതിനെ മജ്ഹൂലാക്കുമ്പോൾ ഉക്കില എന്ന് പറയും. ഫി ഹാലത്തിൽ ഫീലിൽ മുളാരി, മുളാരി മഅറൂഫായ ഫീലിൻ്റെ അവസ്ഥയിൽ എങ്ങനെയാണ് മജ്ഹൂലിനെ ഉണ്ടാക്കപ്പെടുന്നത് നോക്കാം. യുളമ്മു അവലുഹു, അതിൻ്റെ ആദ്യത്തിൽ ലമ്മു ചെയ്യപ്പെടും.
മുലാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലമ്മു ചെയ്യപ്പെടും. വ യുഫ്തഹു മാ ഖബല ആഖിരിഹി, അവസാനത്തതിനിക്ക് മുമ്പുള്ളതിനിക്ക് ഫതഹ് ചെയ്യപ്പെടും. ഇതുപോലെ യദ്റുസു, യദ്റുസു എന്നത് മുലാരിയായ ഫീലാണ്, പഠിക്കുന്നു, അതിൻ്റെ ആദ്യത്തിൽ ലമ്മു ചെയ്യുന്നു, അവസാനത്തതിന് മുമ്പുള്ളതിനിക്ക് ഫതഹ് ചെയ്യുന്നു. അപ്പോൾ അതിനെ നമ്മൾ യുദ്റസു, പഠിക്കപ്പെടുന്നു എന്ന് പറയും. യഷ്റബു, കുടിക്കുന്നു, അതിനെ നമ്മൾ യുഷ്റബു, കുടിക്കപ്പെടുന്നു എന്ന് പറയും. ഈ രീതിയിലാണ് മുലാരി മാറൂഫായ ഫീലിനെ മുലാരി മജ്ഹൂലാക്കി മാറ്റുന്നത്. നായിബൽ ഫായിൽ, എന്താണ് നായിബൽ ഫായിൽ? ഇതാ ബുനിയൽ ഫീലിൽ മജ്ഹൂലി, ഒരു ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കി കഴിഞ്ഞാൽ യുഹ്ദഫു ഫായിലുഹു, അതിൻ്റെ ഫായിലിനെ കളയപ്പെടും, അതിൻ്റെ കർത്താവിനെ കളയപ്പെടും. വയഹുലുൽ മഫൂൽ ബിഹി മഹല്ലഹു, അതിൻ്റെ ഒബ്ജക്റ്റ് ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് വരും. വ യഖുദു ഹുക്മഹു അൽ ഇറാബി, അതിൻ്റെ ഇറാബി ആയിട്ടുള്ള നിയമത്തെ മഫൂൽ ബിഹി സ്വീകരിക്കുകയും ചെയ്യും. വയുസമ്മ നായിബൽ ഫായിലി, അതിനെ നായിബൽ ഫായിൽ എന്ന് പേര് പറയപ്പെടുന്നു. നമുക്ക് ഉദാഹരണം നോക്കാം. ഖലഖല്ലാഹു അൽ ഇൻസാന, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. ഇതിലെ ഖലഖ എന്ന് പറയുന്ന ഫേല് ഒരു മഅറൂഫായ ഫീലാണ്. കാരണം ആ ജുംലയിൽ തന്നെ അള്ളാഹു എന്ന് പറയുന്ന ഫായിലിനെയും അൽ ഇൻസാൻ എന്ന് പറയുന്ന മഫൂൽ ബിഹിയെയും പറയുന്നുണ്ട്. എന്നാൽ ആ ഖലഖ എന്ന ഫീലിനെ നമുക്ക് മജ്ഹൂലാക്കാം. അപ്പോൾ അതിനെ ഖുലിക എന്ന് പറയും. ഉദാഹരണം നോക്കാം. ഖുലിക്കൽ ഇൻസാനു, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ഇതിൽ ഫായിലിനെ കാണുന്നില്ല, കാരണം ഫായിലിനെ അവിടെ കളയപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാനത്തേക്ക് മഫൂൽ ബിഹി വന്നിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഇറാബിയായ നിയമത്തെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഫായിലിൻ്റെ ഇറാബ് റഫ് ആയിരുന്നു, മഫൂൽ ബിഹി നസ്ബായിരുന്നു. എന്നാൽ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് വന്നപ്പോൾ അത് റഫ് ആയി മാറിയിട്ടുണ്ട്. ഇവിടെ അൽ ഇൻസാനു എന്നതിനെ നായിബുൽ ഫായിൽ എന്ന് പറയപ്പെടുന്നു. നമുക്കതിൻ്റെ കായിക നോക്കാം. നായിബുൽ ഫായിൽ ഹുവ അൽ ഇസ്മുല്ലദി യുദ്കറു ബഅദൽ ഫീലി അൽ മബ്നി ലിൽ മജ്ഹൂൽ. നായിബുൽ ഫായിൽ എന്നാൽ ഫായിലിൻ്റെ പകരക്കാരൻ, മബ്നിയിൽ മജ്ഹൂലായ പാസീവായ ഒരു ഫീലിന് ശേഷം പറയപ്പെടുന്ന ഇസ്മായിരിക്കും. വയദുല്ലു അലാമൻ വഖ അലൈഹിൽ ഫീൽ, പ്രവൃത്തി സംഭവിച്ച ഒരാളുടെ മേലിൽ അതറിയിക്കും. വയക്കൂനു നായിബുൽ ഫായിലി മർഫുവൻ, നായിബുൽ ഫായിൽ അതിൻ്റെ ഇറാബ് റഫ് ആയിരിക്കും. അപ്പോൾ ഈ അധ്യായത്തിൽ നിന്നും എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിനെ എടുക്കുന്നത് എന്നും, അങ്ങനെ പാസീവ് വോയിസ് ആക്കി കഴിഞ്ഞാൽ അതിലെ മഫൂൽ ബിഹി ഫായിലിൻ്റെ പകരക്കാരനായി നായിബുൽ ഫായിലായി വരുമെന്നും അതിൻ്റെ ഇറാബിനെ സ്വീകരിക്കുമെന്നും നമുക്ക് മനസ്സിലായി. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ശുക്രൻ, മഅസ്സലാമ.